ഈ ഷോർട്ട് ഫിലിമിൽ ക്രിഞ്ച്, ക്ലീഷേ സബ്ജക്ട്സ് ഉണ്ടായേക്കാം. സ്വന്തം ഉത്തരവാദിത്തത്തോടുകൂടി കാണുക. എന്നാലും എൻ്റെ എന്ത് ക്രഷ് അടിച്ചെന്നു ആദ്യം ഈ ലാസ്റ്റ് സെമ്മില്. പോടാ, എനിക്ക് ആദ്യമായിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് അവളെ കണ്ടുകൊണ്ടിട്ടുന്നേ, സത്യം. ഡാ ആന്റണി, ഒരു മിനിറ്റ്. എന്താ? അടാ ഇന്ന് ഞങ്ങൾ ക്ലാസ് വന്നപ്പോൾ ഒരു കടത്തുടപ്പെട്ട ഒരു കുട്ടിയില്ലേ? ആരെ? ദിവ്യോ? അവള് കമ്മിറ്റഡ് ആണോ? ഇതുവരെ അല്ല. എന്താ, ഇഷ്ടപ്പെട്ടോ? എന്നാ നോക്കി കണ്ടോളാറ് തന്നെ പ്രപ്പോസ് ചെയ്യും. അതിനവള് ഹിന്ദു അല്ലേ? എടാ, എൻ്റെ വീട്ടിൽ ഇതൊക്കെ പ്രശ്നമാണ്, സമ്മതിക്കത്തൊന്നുമില്ല. ഒന്നെങ്കിൽ പോയി പ്രപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ആദ്യമായി നോക്കി ഓടിയിരി. എടാ, അവളെന്നെ നോക്കിയടാ, അവളെ ഫസ്റ്റ് നോട്ടവാ. അതിലെന്തോ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലെന്താടാ നോക്കി നോട്ട് കാര്യമില്ലല്ലോ, നിന്റെ വീട്ടിൽ പ്രശ്നമല്ലേ? ശരിയാ, അവളുടെ നോട്ടാ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. ഈ ഇഷ്ടം അവളെ അറിയണ്ട, അതെന്നെ മനസ്സിൽ കിടന്നോട്ടെ. ദിവ്യേ, ഇവൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം? അതെ അതെ. ചേട്ടാ, ഒന്ന് വരൂ. എന്താ ചേട്ടൻ്റെ ഉദ്ദേശം? ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലൊക്കെ വരുന്നുണ്ടല്ലോ. എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നത്. നേരിട്ട് പ്രപ്പോസ് ചെയ്യാനും പറ്റിയില്ല. എൻ്റെ പൊന്നു ചേട്ടാ, എനിക്കിതിന് താല്പര്യമില്ല. മാത്രമല്ല, ചേട്ടൻ ക്രിസ്ത്യാനിയല്ലേ, എൻ്റെ വീട്ടിൽ ഇതൊന്നും സമ്മതിക്കൂല. എനിക്കറിയാം, തൻ്റെ വീട്ടിലൊക്കെ. എന്നിട്ടാണോ ചേട്ടൻ ഇങ്ങനെ? ഇതൊന്നും നടക്കില്ല. ഇനി എന്നെ ഫോളോ ചെയ്യില്ല. എടാ, അവള് വന്നിട്ട് എന്നാ പറഞ്ഞേ? അവള് വന്നിട്ട് കുറച്ച് ദേഷ്യപ്പെട്ട്. സാരമില്ല, ദേഷ്യപ്പെട്ടാലും എനിക്കിഷ്ടാ. എടാ, നീയല്ലടാ പറഞ്ഞേ നിനക്ക് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. പിന്നെ എന്തിനാടാ ഈ പണിക്ക്? വീട്ടിലത്തെ കാര്യമല്ലേ, അതൊക്കെ പറഞ്ഞ് സെറ്റാക്കാം. നീ അവിടെ നിന്ന് ഉറച്ചേക്കടാ. ശരി, താങ്കളൊന്ന് മൊഴിഞ്ഞാലും അടുത്ത എന്താണാവോ പ്ലാൻ? കാര്യങ്ങൾ അവളറിഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. അവൾക്ക് താല്പര്യം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അത് വേണോ? കണ്ടിട്ട് വളയും തോന്നണില്ല. എടാ, അവള് വരുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ദേ പൊതുശല്യം വന്നിട്ടുണ്ട്. നോക്ക് ദിവ്യ, ആളുടെ നോട്ടം. ഇവള് വിചാരിച്ച അവനൊരു ജീവിതം കൊടുക്കാൻ പറ്റൂലേ? പിന്നല്ലാണ്ട്, ഇവരാണെങ്കിൽ നല്ല ചേർച്ചയുണ്ട്. ചേട്ടനോട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ പുറകെ വരരുതെന്ന്. എവിടെ പോയാലും കാണാലോ, എന്തൊരു ശല്യ ഇത്. ഈ കോളേജ് മൊത്തം ഇത് പാട്ടായി, അറിയോ? അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് പറയാ, ശല്യം ചെയ്യാൻ വരരുത്, കേട്ടല്ലോ? അത് എനിക്ക് ചെറിയൊരു
ഇഷ്ടമുണ്ടായിരുന്നു, അതങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട. മതി, നിർത്തിക്കോ. എടി നീ എന്തിനാ അവനോട് ഇത്ര ദേഷ്യപ്പെട്ട് ഒന്ന് സംസാരിച്ചേ? പോയിക്കേടി, നിങ്ങൾക്ക് അതൊക്കെ തമാശ. എടി ഞങ്ങളിതൊക്കെ വെറുതെ പറയുന്നതല്ലേ. മതി, ആ കേസ് വിട്ടേക്ക്, കുറച്ച് സമാധാനം താ. പാവോടി, എന്നാലും നീ അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എന്തേ വന്നത്? നിങ്ങൾ സെറ്റാവോ? എനിക്കെന്താ ചെയ്യേണ്ടെന്നറിയില്ല. അവനന്ന് വന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്കെന്തോ അവനോട്. നീ ഇങ്ങനെ കിടന്നില്ലാതെ അവനോട് കാര്യം പറ. ഇങ്ങനെ ഫീലിങ്സ് വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. എന്തേലും പറയാനുണ്ടോ? അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചേരില്ല. നമ്മൾ പ്രേമിച്ചാൽ സക്സസ് ആവുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ പോലെ. നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം, കുറച്ചു കാലം അങ്ങനെ പോവാം. പിന്നെ പ്രതീക്ഷ വെച്ചിട്ട് അവസാനം വിഷമിക്കുന്നതിലും ബെറ്റർ അതല്ലേ. ഹൃദയത്തിൻ വാതിൽ കടന്നു ഒന്നാകവേ എൻ മധുര മിഴികൾ തേടുന്നിതാ ഇതാ 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 നിന്നെ സഖി. കാറ്റിൻ കുയിലോലമായി നീ മിഴി മാത്രമേ അറിയുമോ, ഒരു വാക്കായി ഞാൻ തീരുമോ, നിനക്കായി വിരിഞ്ഞ പൂ ഈ സന്ധ്യയിൽ. കാറ്റിൻ കുയിലോലമായി നീ മിഴി മാത്രമേ അറിയുമോ, ഒരു വാക്കായി ഞാൻ തീരുമോ, നിനക്കായി വിരിഞ്ഞ പൂ ഈ സന്ധ്യയിൽ. എന്തി നിമിഷമാ. കോളേജ് അടയ്ക്കാറായില്ലേ? എനിക്കാണെങ്കിൽ ഉടനെ എക്സാമും വരും, കോളേജ് ലൈഫും തീർന്നു. നിങ്ങൾക്ക് ക്ലാസ് കഴിയുന്ന ദിവസം എനിക്ക് എക്സാം ഉണ്ട്, നമുക്കന്ന് കാണാം.
ഹലോ, എവിടെയുണ്ട്? ആ ഓക്കെ, ഞാനിപ്പോൾ വരാം. ആ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പാസ്സാവുമായിരിക്കും. ഞാൻ പോയി ചായ വാങ്ങിച്ചിട്ട്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ, താമസിക്കണ്ട. നാളെയാണോ നാട്ടിലേക്ക് പോകുന്നത്? ആ, നാളെ പോവും. എപ്പോഴാണ് പോകുന്നത്? നേരത്തെ ചെല്ലാനാ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വരുമോ അതോ നേരെ പോവോ? എന്തായാലും കണ്ടിട്ടേ പോവും. ആ ഓക്കെ. എന്നാ ഞാൻ പോട്ടെ, ഹോസ്റ്റലിലേക്ക് കയറാൻ സമയമായി. ആ ഞാൻ കൊണ്ടുവിടാം. ബസ് എപ്പോഴാ? ബസ് ഉടനെ ഉണ്ട്. ആണോ? വാ. ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ചേട്ടൻ ഇവിടെ കാണത്തില്ലല്ലേ? ഇല്ല. അല്ല, നാളെ കഴിഞ്ഞല്ലേ ലാസ്റ്റ് എക്സാം? അതെ. പഠിക്കണം കേട്ടോ. ആ പഠിച്ചോളാം. നമ്മൾ രണ്ടുപേരുടെ സിറ്റുവേഷൻ ഒരുപോലെയല്ലേ? ഈ ജാതി മതമൊന്നും ഇല്ലായിരുന്നെങ്കിൽ. എന്താ? ഏയ് ഒന്നുമില്ല. എൻ്റെ മനസ്സിലുള്ള ഞാൻ പറയുക, ഏതെങ്കിലും വഴിയിൽ എന്നെ സ്വന്താക്കാൻ അവസരം കിട്ടിയാൽ വരണം. നമുക്ക് ഒന്നിക്കാനുള്ള എന്തെങ്കിലും വഴി കാണും. ആ ദേ ബസ് വന്നല്ലോ. ശരി, എന്നാ പോട്ടെ. സൂക്ഷിച്ച് ചെല്ല്. ചെന്നിട്ട് വിളിക്കുമോ? വിളിക്കാം.